അതാണ് ആളുകൾ ചിരി അടക്കുന്നില്ല, ഇറങ്ങിയിട്ട് വന്ന് സംസാരങ്ങൾ. പക്ഷെ അത് ആളുകൾ എന്താ ചിരിച്ചതെന്ന് ശരവൺ മനസ്സിലാക്കി. ഈ സിനിമയിൽ ആ വാക്ക് ഒന്നികളെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആസ്ഥാനത്ത് ഒരു വാക്ക് ഉപയോഗിച്ചാൽ അതെ, അത് എല്ലാ സ്ഥലത്തും നമ്മുടെ മലയാളത്തിലെ ചില വാക്കുകള് അസ്ഥാനത്തല്ല, ചില രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചാൽ രണ്ടർത്ഥമുള്ള ഒരു അങ്ങനെയുള്ള ഒരു റിയാലിറ്റി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ? അത് പറഞ്ഞുതരാം. അതായത് ഇല്ല, ഞാൻ ഡയലോഗായിട്ട് പറയില്ല. പക്ഷെ അത് ഷറഫിക്ക ഓൺ സെറ്റിൽ ഇംപ്രൂവൈസ് ചെയ്താണ്. ചിലപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സാധനം ഞാൻ ഇടാം, അത് കഴിഞ്ഞിട്ട് മനു ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ സീൻ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കട്ടിങ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ ആ സാധനം കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വെറുതെ ഇവനോട് പറഞ്ഞതാണ്. ഇവൻ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി മനു ഒരു ചിരിയൊക്കെയാണ് പളം ഇട്ടാണ് വെറുതെ കട്ടാക്കണമെന്ന് പറഞ്ഞ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അത് പക്ഷേ അത് ഫുൾ ക്ലോസ് ടു ഷറഫിക്ക. പുള്ളി ഇംപ്രൂവൈസ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വീക്ക് ഇരിക്കുന്ന ആളാണ്. ഭയങ്കര റെസ്പോൺസിബിൾ ജോബാണ്. മനസ്സിലാവാണ്. അതെ അതെ അതെ, അത് ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ വേറൊരു സിനിമയിൽ അതിന് സാധ്യതയുണ്ട്. നമുക്ക് അത് അവിടെ വെച്ച് തോന്നിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം. അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്ന ഈ സിനിമയുടെ അകത്ത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് അതിലുണ്ട്. കാരണം ഈ സിനിമയുടെ കഥയെ കൂടെ തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സാഫാണെങ്കിലും അരുണാണെങ്കിലും പ്രദീപാണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഇംപ്രൂവൈസ് ചെയ്യുന്നതല്ലേ അവരും ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിലും ആ സ്ക്രിപ്റ്റിലും അവരെല്ലാവരും അത്ര നന്നായിട്ടുണ്ടായിരുന്നു. ഞാനവിടെ എനിക്ക് അങ്ങനത്തെ മെസ്സേജസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കംബാക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 30 മാസം പടം കട്ടിയത് കംബാക്ക്. പക്ഷെ എന്താ നമ്മൾ വിചാരിക്കുന്നതല്ലോ, നമ്മളിൽ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോ അങ്ങനെ ഹാപ്പി വെഡിങ് പോലുള്ള സിനിമയും അല്ലെങ്കിൽ അതുപോലെ പ്രേത പോലുള്ള കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് ചിലപ്പോ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. അതുപോലത്തെ സിനിമ എപ്പോഴായിരിക്കും നോക്കി നിന്നപ്പോ പെട്ടെന്ന് പടക്കളം സർപ്രൈസില് അതിലെ ഹ്യൂമർ കാര്യങ്ങളൊക്കെ വർക്കായി എന്നുള്ളത് ഭയങ്കര സന്തോഷം. ജിതിന് കൊടുക്കും. ജിതിന് ഇപ്പോഴും പടക്കളത്തിന് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ആ ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നത്. സെക്കൻഡ് പാർട്ടിന് പടക്കളത്തിൽ സാറിന്റെ ഒരു അഭിനയം കയറില്ലോ സെക്കൻഡ് ഹാഫില്. അപ്പൊ അതിന് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നത് ആ ഇരിപ്പ് കണ്ടിട്ട്. പുറത്ത് വന്നിട്ടുണ്ടല്ലേ? അതെ. ഷൂട്ടിംഗ് സുജാതയ്ക്ക് ശേഷം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ എക്സ്പെരിമെന്റിൽ ഒന്നായിരുന്നു വാലാട്ടി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് റിയൽ നോവൽസിനെ വെച്ച് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ ആ സമയം അത് റിലീസ് ചെയ്ത ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടിട്ട് അതിന് ബോക്സ് ഓഫീസിൽ വിചാരിച്ചത്ര ഒരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷെ അത് OTT-യിലൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എല്ലാ ലാംഗ്വേജിലും. എന്ന് വെച്ചാൽ വാലാട്ടിക്ക് പാർട്ട് 2 കൊണ്ടുപോയി വെച്ചാൽ എല്ലാ ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്കും ഞാൻ പാർട്ട് ചെയ്യാൻ പറ്റാം. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. കാരണം അതിനുശേഷം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് പടക്കളം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ടും പാർട്ട്ണറുമായ വിജയ് സുബ്രഹ്മണ്യം ഉണ്ടോ? സോ വിജയ് ആണ് ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തെത്തിക്കുന്നത്. ഈ വിജയ് മനുവിന് ഏകദേശം 1 വർഷത്തോളം ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് എൻ്റെ മുന്നിലേക്ക് വിജയ് കൊണ്ടുവരികയും ഞങ്ങൾ അവതരിപ്പിക്കുന്ന 16ാമത്തെ പുതുമുഖ ഡയറക്ടറാണ്. എപ്പോഴും ഒരു പുതുമുഖ ഡയറക്ടറിനെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതെങ്ങനെ സിനിമ ആയി വരും എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഫ്രം ഡേ 1 Manu was completely into the script and നിങ്ങൾ സിനിമ കണ്ടവർക്ക് അതൊന്ന് മനസ്സിലാവും. Basically has done a fantastic job and ഇന്നലെ 10 തിയേറ്ററിൽ പോലും രാത്രി 10:30